ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളമെങ്കിൽ ആ നാട്ടിൽ കാഴ്ചകളുടെ സ്വർഗഭൂമിയാണ് വയനാട്. കാടും മേടും മഞ്ഞും മലകളും തടാകങ്ങളും താഴ്വാരങ്ങളും എല്ലാം ഇഴചേർന്ന് കിടക്കുന്ന ഈ അനുഗ്രഹീത മണ്ണ് സഞ്ചാരികൾക്ക് മുമ്പിൽ തുറന്നിടുന്നത് വശ്യസുന്ദരമായ പ്രകൃതി ഭംഗിയുടെ വാതായനങ്ങളാണ്. ചുരം കയറിയും അതിർത്തി കടന്നുമെത്തുന്നവർക്ക് വൈവിധ്യമായ കാഴ്ചകൾ ഒരുക്കിയാണ് ടൂറിസ്റ്റ് ഭൂപടത്തിൽ വയനാട് വേറിട്ട് നിൽക്കുന്നത്. ഒറ്റപ്പെട്ട കേന്ദ്രങ്ങൾക്കപ്പുറം ജില്ല മൊത്തം കുളിരും കാഴ്ചയും കൊണ്ട് നിറയുന്നത് വയനാടിനെ സഞ്ചാരികളുടെ പറുദീസയാക്കുന്നു. നൂൽമഞ്ഞും കോടമഞ്ഞും പെയ്തിറങ്ങുന്ന ഈ ഹരിതഭൂമിയിൽ എവിടെ തിരിഞ്ഞാലുമുണ്ട് കാഴ്ചകളിലേക്കുള്ള കയറ്റിയിറക്കങ്ങൾ. ഇത്തവണ വയനാട്ടിലേക്ക് പ്ലാൻ ചെയ്തത് ബഡ്ജറ്റ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ താമസിക്കാൻ PWD റെസ്റ്റ് ഹൗസാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. സുൽത്താൻ ബത്തേരിയിലെ PWD റെസ്റ്റ് ഹൗസിൽ പൊതുജനങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ താമസിക്കാം. ഇരുനിലകളിലായി ശീതീകരിച്ച 2 സ്വീറ്റ് മുറികൾ ഉൾപ്പെടെ 9 മുറികൾ ഇവിടെയുണ്ട്. വയനാട് ഇന്ന് ലോകപ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. വയനാട് ജില്ല രൂപീകരിച്ച ശേഷം ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തിയത് ഈ കാലത്താണ്. സഞ്ചാരികൾക്ക് താമസം ഒരുക്കുക എന്നത് പ്രധാന ഉത്തരവാദിത്തമാണ്. കുറഞ്ഞ ചെലവിൽ മികച്ച താമസം സഞ്ചാരികൾക്ക് ഒരുക്കാനാണ് പുതിയ റെസ്റ്റ് ഹൗസ് തുറന്നിരിക്കുന്നത്. കേരളത്തിലെ വയനാട് ജില്ലയിലെ പ്രശസ്തമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. മരിച്ചുപോയവരുടെ ആത്മശാന്തിക്കായി നടത്തപ്പെടുന്ന ബലിപൂജകൾക്കാണ് ഈ ക്ഷേത്രത്തിന് പ്രസിദ്ധി. പരമാത്മാവായ ഭഗവാൻ മഹാവിഷ്ണുവാണ്. ക്ഷേത്രത്തിന് സമീപമുള്ള ഗുഹയിൽ പരമശിവന്റെ സാന്നിധ്യവുമുണ്ട്. 30 കരിങ്കൽ തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്ന തിരുനെല്ലി ക്ഷേത്രം ഒരു വാസ്തുവിദ്യാ വിസ്മയമാണ്. വയനാട്ടിലെ മാനന്തവാടിയിൽ പട്ടണത്തിൻ്റെ മധ്യഭാഗത്തായി സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു ഐക്കണിക് സ്മാരകമുണ്ട്. പഴശ്ശിരാജയുടെ ശവകുടീരമാണിത്. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലത്തെ ഉഗ്രനായ ഭരണാധികാരിക്കും യോദ്ധാവിനും ആയിരങ്ങൾ ആദരാഞ്ജലി അർപ്പിക്കുന്നു. 1996 നിർമ്മിച്ച ഭൂഗർഭ മ്യൂസിയം കേരളത്തിൻ്റെ സാംസ്കാരികവും നാടോടി ചരിത്രവും പ്രോത്സാഹിപ്പിക്കുന്നു. പഴശ്ശിരാജയുടെ വാൾ, വിവിധ ഗോത്രവർഗ്ഗക്കാർ ഉപയോഗിച്ചിരുന്ന വിവിധ വസ്തുക്കളും ഉപകരണങ്ങളും, കേരളത്തിലെ നിരവധി രാജവംശങ്ങൾ ഉപയോഗിച്ചിരുന്ന നാണയങ്ങളും, ബ്രിട്ടീഷ് പട്ടാളവുമായുള്ള ആശയവിനിമയത്തിൻ്റെ കത്തുകളും രേഖകളും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഈ പൂന്തോട്ടം പ്രിയപ്പെട്ട പിക്നിക് സ്പോട്ട് കൂടിയാണ്. കബനി നദിയുടെ പോഷക നദിയായ കരമനത്തോടിനു കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട്. 1979 ഈ അണക്കെട്ട് നിർമ്മിച്ചത്. കക്കയൻ ജലവൈദ്യുത പദ്ധതിക്ക് ജലമെത്തിക്കുക എന്നതും വരണ്ട കാലാവസ്ഥയിലുള്ള ഈ പ്രദേശത്ത് ജലസേചനം, കുടിവെള്ളം എന്നിവ എത്തിക്കുക എന്നുമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഇവിടുത്തെ ചെറുദ്വീപുകൾ ചുറ്റുമുള്ള മായ കാഴ്ചകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു.
നിരവധി ആളുകൾ പശ്ചിമഘട്ടത്തിലേക്കുള്ള ട്രെക്കിംഗ് ആരംഭിക്കുന്നത് ബാണാസുര സാഗർ ഡാമിൽ നിന്നാണ്. കൽപ്പറ്റയിൽ നിന്ന് 21 കിലോമീറ്റർ അകലെ പടിഞ്ഞാറത്തറ എന്ന ഗ്രാമത്തിൽ പശ്ചിമഘട്ടത്തിലാണ് ഈ അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണുകൊണ്ടുള്ള അണക്കെട്ടും ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ അണക്കെട്ടുമാണിത്. ഇതിനടുത്തായുള്ള മനോഹരമായ മലകളിലേക്ക് സാഹസിക മലകയറ്റം നടത്തുവാനുള്ള ഒരു ഉത്തമ തുടക്ക സ്ഥലമാണിവിടം. കേരള കാർഷിക സർവകലാശാലയും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പുഷ്പമേളയാണ് പൂപ്പൊലി. പൂക്കളുടെ വശ്യചാരുത തന്നെയാണ് പൂപ്പൊലിയെ വേറിട്ട് നിർത്തുന്നത്. ഗ്ലാഡിയോലിയിൽ തുടങ്ങി റോസ് ഗാർഡനിലെത്തുമ്പോഴേക്കും ഒട്ടേറെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ പൂപ്പൊലി സമ്മാനിക്കുന്നുണ്ട്. പ്രധാന ഗാർഡനിലെ മയിലിൻ്റെ ദൃശ്യമടക്കം ഒട്ടേറെ വ്യത്യസ്തമാർന്ന പൂക്കളുടെ വലിയ ശേഖരം തന്നെ പൂപ്പൊലിയിലുണ്ട്. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ സ്റ്റാളുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സെമിനാറുകളും മത്സരങ്ങളും പൂപ്പൊലിയുടെ ഭാഗമായി നടന്നു വരുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പുഷ്പമേളയായ ഇത് ഹോർട്ടിക്കൾച്ചറിലും പുഷ്പകൃഷിയിലും പുതിയ ട്രെൻഡുകളും ടെക്നിക്കുകളും കാണിക്കുന്നതിനും പര്യവേക്ഷണം ചെയ്യുന്നതിനുമുള്ള ഒരു വേദിയാണ്. ഹോർട്ടിക്കൾച്ചർ മേഖലയിലെ അന്താരാഷ്ട്ര വിദഗ്ധരും ശാസ്ത്രജ്ഞരും സംരംഭകരും തമ്മിലുള്ള ആശയവിനിമയത്തിന് ഒരു വേദി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2014 ഇത് ആരംഭിച്ചത്. വയനാട് ജില്ലയിലെ പൂക്കോട് എന്ന സ്ഥലത്തുള്ള ഒരു ആദിവാസി പൈതൃക ഗ്രാമമാണ് എന്നൂര്. ഇത് സംസ്ഥാനത്തെ ആദിവാസി സമൂഹങ്ങളുടെ ഊർജ്ജസ്വലമായ സംസ്കാരവും പാരമ്പര്യവും പ്രദർശിപ്പിക്കുന്നു. ഉയർന്ന കുന്നുകളുടെ പശ്ചാത്തലത്തിൽ വൈക്കോൽ കൊണ്ട് മേൽക്കൂരയുള്ള പരമ്പരാഗത ആദിവാസി കുടിലുകളുടെ ഒരു കൂട്ടം ഈ മേഖലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഒരു കുന്നിൻ മുകളിൽ 25 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ കേന്ദ്രം ഗോത്രവർഗക്കാരുടെ പൈതൃകത്തെയും ജീവിതശൈലിയെയും കുറിച്ച് പഠിക്കാനുള്ള സുവർണ അവസരമാണ് നമുക്ക് നൽകുന്നത്. ഗോത്രവർഗ സമൂഹങ്ങൾ കൈകാര്യം ചെയ്യുന്നതും അവരുടെ ഉപജീവനമാർഗം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയും ഈ ഗ്രാമത്തിൽ വംശീയ വിഭവങ്ങളും ഗോത്ര വിപണിയും വിളമ്പുന്ന കഫറ്റീരിയകളുണ്ട്. കാടിൻ്റെ രുചിശാല പകർന്ന സ്വാദ് നേരിട്ടറിയാൻ ഒരിടം ഒരുങ്ങിയിരിക്കുകയാണ് വയനാട്ടിൽ. ചുരം കയറി വരുന്നവരെ വരവേൽക്കാൻ തേനീച്ചകളും തേനീച്ച കൂട്ടങ്ങളും അവിടെ കാത്തിരിക്കുന്നുണ്ട്. കൂടാതെ മറ്റനവധി അത്ഭുത കാഴ്ചകളും അവിടെയുണ്ട്. മാധുര്യമേറുന്ന തേൻ കാഴ്ചകൾ കാണാനും ഗുണനിലവാരമുള്ള വ്യത്യസ്ത തേനുകൾ രുചിച്ചു നോക്കാനും മാത്രമല്ല, മൂളിപ്പറക്കുന്ന തേനുകളുടെ തേൻ ശേഖരണ പ്രക്രിയയും തേനിൻ്റെ സംസ്കരണ രീതികളും നേരിട്ട് കാണാനും ഗുണനിലവാരം കുറഞ്ഞ തേനുകളും വ്യാജ തേനുകളും തിരിച്ചറിയാനും വൈത്തിരിയിലെ ഉസ്മാൻ മദാരിയുടെ തേൻ മ്യൂസിയം നമ്മെ സഹായിക്കും. ഇന്ത്യയിലെ ആദ്യത്തേതും ലോകത്തെ രണ്ടാമത്തേതും മാത്രമായ ഹണി മ്യൂസിയം നമ്മുടെ അഭിമാനമാണ്. 2021 ഫെബ്രുവരി 18 ഗവൺമെൻറ് പിന്തുണയോടുകൂടി ബി ക്രാഫ്റ്റ് ഹണി മ്യൂസിയം വയനാട് ലക്കിടിയിൽ ആരംഭിച്ചത്. മനുഷ്യൻ്റെ ആയുസ്സിനെ ആരോഗ്യത്തോടെ നിലനിർത്താൻ ആവശ്യമായ തേനുകളും തേനറിവുകളും ഉപയോഗിക്കേണ്ട രീതികളും ഇവിടെ നിങ്ങൾക്ക് നൽകും. യൗവനം നിലനിർത്താൻ ആവശ്യമായ റാണി തേനീച്ചയുടെ സൂപ്പർ ഫുഡായ റോയൽ ജെല്ലി മിക്സ്ഡ് ഹണിയും ബി ക്രാഫ്റ്റിൻ്റെ ഈ ഹണി മ്യൂസിയത്തിൽ ലഭ്യമാണ്.
2018 പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഉസ്മാൻ എന്ന സംരംഭകൻ്റെ ഉയർത്തെഴുന്നേൽപ്പും അതിജീവനവുമാണ് ഈ മ്യൂസിയം. ഏതൊരാളിലും പ്രചോദനവും ആവേശവും ഉൾക്കൊള്ളുന്ന കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ബി ക്രാഫ്റ്റ് ഹണി മ്യൂസിയത്തിലെത്തുന്ന ഓരോ സഞ്ചാരിയും കടന്നു ചെല്ലുന്നത് തേനീച്ചകളുടെ പ്രത്യേക ലോകത്തേക്കാണ്. തേനീച്ചകളുടെയും തേനീച്ചക്കൂടിൻ്റെ രൂപത്തിലും പണികഴിപ്പിച്ച അതിമനോഹരമായ മ്യൂസിയം. അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ തേനീച്ചകളെ കാണാനും അവയുടെ മൂളലുകളും കാതുകളിൽ കേൾക്കാനും സാധിക്കും. ഒരു കൊച്ചു തേനീച്ചയെക്കുറിച്ചുള്ള വലിയൊരു അറിവ് അതൊരു നിസാരമായിരുന്നില്ലെന്ന് അവിടെ നിന്നും മടങ്ങുമ്പോൾ ഓരോരുത്തർക്കും മനസ്സിലാകും. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മൈസൂറിലേക്കുള്ള റോഡിലാണ് മുത്തങ്ങ. മുത്തങ്ങ വന്യജീവി കേന്ദ്രം കേരളത്തിൻ്റെ 2 അയൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്നു. കർണാടകവും തമിഴ്നാടും കേരളവും ചേരുന്ന ഈ സ്ഥലത്തിൻ്റെ ട്രയാങ്കിൾ പോയിന്റ് എന്നാണ് വിളിക്കുന്നത്. കാട്ടുപോത്ത്, മാൻ, ആന, കടുവ തുടങ്ങിയ ജീവികളെ ഈ വന്യമൃഗ സങ്കേതത്തിലെ കാടുകളിൽ കാണാം. പല ഇനങ്ങളിലുള്ള ധാരാളം പക്ഷികളും ഈ വന്യജീവി സങ്കേതത്തിലുണ്ട്. സന്ദർശകർക്കായി വന്യജീവി സങ്കേതത്തിലെ ഔട്ടർ സോണാണ് തുറന്നു കൊടുത്തിട്ടുള്ളത്. കാടിന് നടുവിലുള്ള 25 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന ഇന്നർ സോണിൽ പ്രവേശനം അനുവദിക്കില്ല. ഓഫ് റോഡ് യാത്രയാണ് 900 കണ്ടിയിലേക്കുള്ള പ്രധാന ആകർഷണം. അതും കാടിന് നടുവിലൂടെയാകുമ്പോൾ എങ്ങനെ ഉണ്ടാകുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഓഫ് റോഡ് ആയാലും സാധാരണ ജീപ്പും ബൈക്കും കൂളായി കയറിപ്പോകും. നല്ല കിടിലൻ കാഴ്ചകളാണ് ഈ വഴിയിലുള്ളത്. മരങ്ങളും വനവും ചോലകളും മാത്രമല്ല, ഇടയ്ക്ക് കാപ്പിത്തോട്ടങ്ങളും ഏലത്തോട്ടങ്ങളും എല്ലാം കടന്നാണ് യാത്ര പോകുന്നത്. സമയമുണ്ടെങ്കിൽ വഴിയിലിറങ്ങി കാഴ്ചകൾ പകർത്തി മുന്നോട്ടു പോകാം. കേരളത്തിലെ വയനാടിൻ്റെ ആഴമേറിയ ഭാഗങ്ങളിൽ സാഹസികത, ശാന്തതയെ കണ്ടുമുട്ടുന്ന പച്ചപ്പ് നിറഞ്ഞ ഒരു പറുദീസയുണ്ട്. ഉയർന്നു നിൽക്കുന്ന മരങ്ങളും മലനിരകളും മേഘങ്ങളുടെ മേലാപ്പും ഉള്ള വയനാട്ടിലെ 900 കണ്ടി ഒരു മന്ത്രവാദിനിയാണ്. 900 ഏക്കർ കേവലം കേടാകാത്ത പച്ചപ്പ് മാത്രം. കാടുകളുടെ നടുവിൽ സൃഷ്ടിച്ച സാഹസിക മേഖല നിങ്ങൾക്ക് അഡ്രിനാലിൻ ട്രിഗറിംഗ് പ്രവർത്തനങ്ങളുടെ സമൃദ്ധി വാഗ്ദാനം ചെയ്യുന്നു. സന്ദർശകരെ ആകർഷിക്കുന്ന മറ്റൊരു മനോഹരമായ സ്ഥലം സൂചിപ്പാറ വെള്ളച്ചാട്ടമാണ്. പല സ്ഥലങ്ങളിലും 100 മുതൽ 300 അടി വരെ ഉയരത്തിൽ നിന്ന് വെള്ളം വീഴുന്നത് നയനാനന്ദകരമാണ്. താഴെ വെള്ളം വന്നു വീഴുന്ന ചെറിയ തടാകത്തിൽ നീന്തുവാനും കുളിക്കുവാനും കഴിയും. സൂചിപ്പാറയിലുള്ള ഏറുമാടങ്ങളിൽ നിന്ന് പശ്ചിമഘട്ടത്തിൻ്റെയും താഴെയുള്ള അരുവിയുടെയും മനോഹരമായ കാഴ്ചകൾ കാണാം. 200 മീറ്ററിലധികം ഉയരമുള്ള സൂചിപ്പാറ സാഹസിക മല കയറ്റക്കാർക്ക് പ്രിയങ്കരമാണ്. 3 തട്ടുകളായുള്ള ഈ വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് സാഹസിക തുഴച്ചിൽ ബോട്ട് യാത്രയ്ക്കും നീന്തുവാനുമുള്ള സൗകര്യമുണ്ട്. വെള്ളച്ചാട്ടത്തിലെ വെള്ളം വീണുണ്ടായ കുളത്തിൽ ചെറിയ കുട്ടികൾക്ക് പോലും നീന്താം. കേരളത്തിലെ പുരാതന കാലത്തെ ജൈനമത സ്വാധീനത്തിന് തെളിവായി കേരളത്തിലെമ്പാടും ചിതറിക്കിടക്കുന്ന പല ജൈന ക്ഷേത്രാവശിഷ്ടങ്ങളുമുണ്ട്. ഇവയിൽ പ്രധാനമാണ് വയനാട് ജില്ലയിലെ ബത്തേരി ജൈനക്ഷേത്രം. 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം ഹിന്ദു ക്ഷേത്രമായും വലിയൊരു വാണിജ്യ കേന്ദ്രമായും ഒടുവിൽ ടിപ്പുവിൻ്റെ ആയുധ സൂക്ഷിപ്പ് കേന്ദ്രമായും വർദ്ധിച്ചിട്ടുണ്ട്. അടച്ചുകെട്ടിയ മഹാമണ്ഡപം, മുഖമണ്ഡപം, കേരള ശൈലിയിലെ വേറിട്ട ഒരു നമസ്കാര മണ്ഡപം എന്നിവ അടങ്ങിയതാണ് ക്ഷേത്രം. ശ്രീകോവിൽ ചതുരാകൃതിയാണ്. വിഗ്രഹം കാണപ്പെടുന്നില്ല. എന്നാൽ ഗർഭഗൃഹത്തിൻ്റെ ലലാസ്ബിംബത്തിലും അടച്ചുകെട്ടിയ മഹാമണ്ഡപത്തിലും ജൈനരുടെ ദൈവപ്രതിമകളുണ്ട്. ഇവ ചതുരാകൃതിയിലുള്ള ചട്ടക്കൂടിനുള്ളിൽ പത്മാസനത്തിൽ ധ്യാനമുദ്രയോടെ വിരാജിക്കുന്നു. വാതിൽ പാളികൾ വ്യത്യസ്ത ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ആകർഷണം തൂണിൽ കൊത്തിവെച്ചിരിക്കുന്ന ഈ നാഗത്തിൻ്റെ രൂപമാണ്. ഈ നാഗത്തിൻ്റെ തല മുതൽ വാല് വരെ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ ഈ ക്ഷേത്രത്തിൽ ഒരു നിധിയുണ്ടെന്നും അതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്നും പറയപ്പെടുന്നു. എന്നാൽ ഈ നാഗത്തിൻ്റെ തല മുതൽ വാല് വരെ എത്തിപ്പെട്ടാൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും എന്നൊരു വിശ്വാസം കൂടിയുണ്ട്.
ചെറുശിലായുഗ സംസ്കാര കാലഘട്ടത്തിൽ എന്ന് കരുതുന്ന ശിലാലിഖിതങ്ങൾ എടയ്ക്കൽ ഗുഹയിൽ കാണപ്പെടുന്നു. കേരളത്തിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന ലിഖിതങ്ങൾ ഇവയാണ്. ഒരു വിള്ളലിൽ മുകളിൽ നിന്ന് വീണുറച്ച കൂറ്റൻ പാറയാണ് മനുഷ്യനിർമ്മിതമല്ലാത്ത ഈ ഗുഹയെ സൃഷ്ടിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പുരാതനമായ ഒരു രാജവംശത്തെപ്പറ്റി സൂചന നൽകുന്ന ശിലാലിഖിതങ്ങൾ ലോക കൊത്തുചിത്രകലയുടെ ആദിമ മാതൃകകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ളവയാണ്. പ്രാചീനമായ ചിത്രങ്ങളും പിൽക്കാലത്ത് രേഖപ്പെടുത്തുന്ന ലിപികളും കാണാം. കേരളത്തിലെ വയനാട് ജില്ലയിലെ അമ്പലവയലിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഫാൻറ്റം റോക്ക്. മുഖംമൂടി അണിഞ്ഞ ഫാൻറ്റത്തിൻ്റെ സാഹസിക കഥകൾ ലോകപ്രശസ്തമാണ്. ആ ഫാൻറ്റത്തിൻ്റെ പേരിൽ അതേ രൂപഭാഗങ്ങൾ അനുസ്മരിപ്പിക്കുന്ന പ്രകൃതിദത്തമായ ഒരു പാറയാണ് ഫാൻറ്റം റോക്ക്.